നമുക്കറിയാം, നമ്മുടെ മുമ്പിൽ ഉള്ളത് രണ്ട് തെരഞ്ഞെടുപ്പുകളാണ്. ഒന്ന് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ്, നമ്മുടെ പ്രാദേശിക പ്രവർത്തകർ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പ്. നമുക്ക് നല്ല വിജയം ആ തെരഞ്ഞെടുപ്പിൽ നേടിയെടുക്കാം. അതിനുള്ള കൂട്ടായ പ്രവർത്തനങ്ങൾ UDFന്റെ നേതൃത്വത്തിൽ എല്ലായിടത്തും നടത്തണം. ഇപ്പോൾ ഒരു കാലത്തും ഇല്ലാത്തൊരു പേര് UDFനുണ്ട്. ടീം UDF എന്നാണ് എല്ലാവരും UDFനെ വിളിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ 10 കൊല്ലക്കാലം LDF കൈവശം വച്ചിരിക്കുന്ന സീറ്റ് 11,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നാം തിരിച്ചു പിടിച്ചത് ആ ടീം UDFന്റെ കരുത്താണ്. ഇനി ടീം UDF ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മൾ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റുമായി കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി തിരിച്ചുവിടും. അതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളാണ് നടത്തേണ്ടത്. ഇത് നമ്മളെക്കാൾ നന്നായി അറിയാവുന്നവരാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുമുന്നണി നേതാക്കളും. അതുകൊണ്ട് 2026-ലെ കനത്ത തോൽവി തിരിച്ചറിഞ്ഞപ്പോഴുണ്ടായ ഒരു വിഭ്രാന്തിയിലാണ് ഇപ്പോൾ ഗവൺമെന്റ് പെരുമാറുന്നത്. എന്തൊക്കെ ചെയ്യണമെന്നൊരു രൂപമില്ല. തോന്നുന്നതൊക്കെ ചെയ്യാതെ ചെയ്യുന്നതൊക്കെ പാളിപ്പോവുകയും ചെയ്യാം. ഏത് നിലയിലാണ് പോകുന്നത് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം. അങ്ങനെയാണ്, ആ വിഭ്രാന്തിയിൽ നിന്നാണ് ഉടലെടുത്ത സംഭവമാണ് നമ്മുടെ അയ്യപ്പ സംഗമം നടത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനം. 10ാമത്തെ കൊല്ലമായപ്പോൾ പിണറായി വിജയന് പെട്ടെന്നൊരു അയ്യപ്പ ഭക്തി ഉണ്ടായി എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുമോ? 10ാമത്തെ കൊല്ലം. ഞാനിതൊക്കെ പറഞ്ഞാലും അത് നടത്തിയത് നന്നായെന്നുള്ള അഭിപ്രായക്കാരനായ. അതുകൊണ്ട് പഴയ കാര്യങ്ങളൊക്കെ ആളുകൾ മറന്നുപോയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ആളുകൾ ഇപ്പോൾ ഓർത്തെടുക്കും. പഴയ കാര്യങ്ങൾ ഇപ്പം മുഴുവൻ പണ്ട് നടത്തിയ പ്രസ്താവനകളാണ്. എവിടെ നോക്കിയാലും മുഖ്യമന്ത്രിയും സഹപ്രവർത്തകരും പണ്ട് നടത്തിയ പ്രസ്താവനകളാണ് എല്ലായിടത്തും കാണുന്നത്. അന്നത്തെ കാലത്ത് അതെല്ലാവരെയും ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി. എന്തായിരുന്നു? പോലീസിന്റെ പിന്തുണയോടുകൂടി പോലീസ് ക്ലബിൽ കൊണ്ടുപോയി താമസിപ്പിച്ച് 2 പേരെ, അവരുടെ പേരൊന്നും പറയുന്നു, രാത്രി ഇരുട്ടിന്റെ മറവിൽ ശബരിമല കയറ്റി ആചാര ലംഘനത്തിന് കൂട്ടുനിന്ന് ആകാശം ഇടിഞ്ഞു വീണാലും ഈ നിലപാടിൽ നിന്നും മാറ്റമുണ്ടാകില്ല എന്ന് പറഞ്ഞൊരാൾ. ആചാര ലംഘനം നടത്തുന്നതിന്റെ ഭാഗമായി നവോത്ഥാന സമിതി ഉണ്ടാക്കി കേരളത്തിൽ മുഴുവൻ മതിൽ തീർത്ത നവോത്ഥാനം, പുരോഗമന ചിന്താഗതിയാണ് നവോത്ഥാനം. ആ നവോത്ഥാനം അതിൽ പങ്കെടുത്ത 2 പേരാണ്, ഒരു ചേട്ടനും ചേച്ചിയാണ്. പത്തനംതിട്ടയിൽ നിധി കിട്ടാൻ വേണ്ടിയിട്ട് നരബലി നടത്തിയത്. അതിൽ പങ്കെടുത്ത 2 പേരാണ് നരബലി നടത്തിയത്. അതാണ് നവോത്ഥാനം. നമ്മളെന്താ ചെയ്തത്? ഈ തീരുമാനം വന്നപ്പോൾ ഈ തീരുമാനം വന്നപ്പോൾ നമ്മൾ 3 ചോദ്യങ്ങൾ ചോദിച്ചു. 3 ചോദ്യങ്ങൾ. എന്താ ചോദ്യങ്ങൾ? ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ആചാര നടപടികൾ അവിടെ നന്നായി നടത്തിക്കൊണ്ടുപോകുന്നതിന് അനുകൂലമായ ഒരു സത്യവാങ്മൂലം നമ്മൾ സുപ്രീം കോടതിയിൽ കൊടുത്തു. LDF ഗവൺമെന്റ് വന്നപ്പോൾ, പിണറായി സർക്കാർ വന്നപ്പോൾ ആ സത്യവാങ്മൂലം തിരുത്തി ആചാര ലംഘനത്തിന് നടപടി സ്വീകരിക്കുന്ന ഒരു സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ നൽകി. അപ്പൊ ഈ 10ാമത്തെ കൊല്ലം അയ്യപ്പ ഭക്തി വന്നിരിക്കുന്ന പിണറായി വിജയനും സർക്കാരും സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഈ സത്യവാങ്മൂലം പിൻവലിക്കാൻ തയ്യാറുണ്ടോ എന്നാണ് നമ്മുടെ ചോദ്യം. മിണ്ടിക്കൊടുത്തിട്ടില്ല, ഇതുവരെ മിണ്ടിക്കൊടുത്തിട്ടില്ല. 2ാമത്തെ ചോദ്യം, ഉമ്മൻചാണ്ടി അടക്കം അടൂർ പ്രകാശ് അടക്കം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള നിരവധി UDF നേതാക്കന്മാർക്ക്, പ്രവർത്തകർക്ക്, UDFൽ അല്ലാത്ത നാമജപഘോഷയാത്ര നടത്തിയ സ്ത്രീകൾക്കെതിരായിട്ടൊക്കെ ആയിരക്കണക്കിന് കേസുകളാണ്. ഇപ്പോഴും അവർ കോടതി കയറി ഇറങ്ങാം. കേസ് പിൻവലിക്കുമെന്നൊരിക്കൽ പറഞ്ഞതാണ്, പക്ഷെ കേസ് പിൻവലിച്ചിട്ടില്ല. ആ കേസുകൾ പിൻവലിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അതാണ് 2ാമത്തെ ചോദ്യം. ഒരു കേസും പിൻവലിച്ചിട്ടില്ല. 3ാമത്തേത് കുറെ കൂടി രസകരമാണ്. 10 കൊല്ലമായിട്ട് ശബരിമലയിൽ ഒരു വികസന പ്രവർത്തനം നടത്തിയിട്ടില്ല. 10ാമത്തെ കൊല്ലം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുന്നതിന്റെ സായാഹ്നത്തിൽ ഒരു മാസ്റ്റർ പ്ലാൻ. ഇപ്പോഴാണ് ഓർത്തത് മാസ്റ്റർ പ്ലാൻ ശബരിമലയുടെ വികസനത്തിൽ. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ശ്രീ അടൂർ പ്രകാശും
ശ്രീ കെ സി ജോസഫും എല്ലാം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ അംഗങ്ങളായി. അവരന്ന് ചെയ്തതറിയാമോ? ശബരിമലയുടെ വികസനത്തിന് തടസ്സമായി നിന്നത് വനഭൂമി കിട്ടാത്തതാണ്. വനഭൂമി കിട്ടുക എന്ന് പറഞ്ഞാൽ സങ്കീർണമായ നടപടിക്രമമാണ്. ഉമ്മൻചാണ്ടി സർക്കാർ 112 ഹെക്ടർ സ്ഥലം, അതായത് 300 ഏക്കറിൽ താഴെ ഈ സങ്കീർണമായ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി അത് ശബരിമലയുടെ വികസനത്തിന് വനം വകുപ്പിൽ നിന്ന് വാങ്ങിച്ചെടുത്തു. വനം വകുപ്പിന്റെ ഭൂമി നമ്മൾ എടുത്താൽ പകരം വനം വകുപ്പിന് എവിടെയെങ്കിലും ഭൂമി കൊടുക്കണം. അതിന് അല്ലെ ഇടുക്കി ജില്ലയിൽ 112 ഹെക്ടർ സ്ഥലം പകരം സർക്കാർ അക്വയർ ചെയ്തു. 302 ഏക്കർ വരും. അത്രയും സ്ഥലം, കൂടുതൽ സ്ഥലം, എടുത്തതിനേക്കാൾ കൂടുതൽ സ്ഥലം അക്വയർ ചെയ്ത് ഇടുക്കി ജില്ലയിൽ കൊടുത്തു. ആ ഗവൺമെന്റാ. എന്നിട്ട് അവിടെ വികസന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. സ്വാമി അയ്യപ്പൻ റോഡ്, ആശുപത്രികൾ ഉൾപ്പെടെയുള്ള നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ. പക്ഷെ 2016 ഇതെല്ലാം തീർന്നു. പിന്നെ ഒന്നുമില്ല. പിന്നെ മുഴുവൻ അവിടെ ചെയ്ത പണി മുഴുവൻ അറിയാലോ. അവിടെ മുഴുവൻ കുഴപ്പമുണ്ടാക്കി, അത് മുഴുവൻ തകർക്കുന്ന, ശബരിമലയുടെ ഒരു സാങ്കത്യം തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ സർക്കാർ 10ാമത്തെ കൊല്ലമായപ്പോ മാസ്റ്റർ പ്ലാൻ. ഇതാരെ പറ്റിക്കാനാണ് എന്നാണ് നമ്മുടെ 3ാമത്തെ ചോദ്യം. ആരെ കബളിപ്പിക്കാനാണ്? ആരെ കബളിപ്പിക്കാൻ? ഇനി നിങ്ങൾ ചെയ്യേണ്ട, ഇനി UDF ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ 2026 ഞങ്ങൾ ചെയ്തോളാം അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ. UDF ചെയ്യും അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ. ഉമ്മൻചാണ്ടി സർക്കാർ തുടങ്ങിവെച്ച കാര്യങ്ങൾ അടുത്ത UDF സർക്കാർ അവിടെ തുടരും. നിങ്ങൾ ഇനി ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ചെയ്യാൻ ജനങ്ങൾ സമ്മതിക്കുകയില്ല. ഇനി പണം കൊടുക്കുന്ന കാര്യം ഇപ്പോഴല്ല വന്നത്. ഇപ്പൊ പറയാണ് എന്താണ് പ്ലാറ്റിനം ജൂബിലിയാണെന്ന് പറഞ്ഞു. അവർക്ക് 1949 ദേവസ്വം ബോർഡ് ഉണ്ടായത് കവനന്റിന്റെ അടിസ്ഥാനത്തിൽ അല്ലേ. ആദ്യത്തേത് മന്നത്ത് പത്മനാഭനാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ഇപ്പൊ 76 വർഷവും 2 മാസവും കഴിഞ്ഞു. ഞങ്ങളൊക്കെ കേട്ടിട്ടുള്ളത് പ്ലാറ്റിനം ജൂബിലി 75ാം വർഷത്തിലാണ്. ഇപ്പൊ 76 വർഷവും 2 മാസവും കഴിഞ്ഞപ്പോഴാണ്. കാരണം ഇപ്പോഴാണ് 2026 കുറിച്ച് ഓർത്തത്. കഴിഞ്ഞ കൊല്ലം ആ പേടി ഉണ്ടായിരുന്നില്ല, അത്രയും പേടി ഉണ്ടായിരുന്നില്ല. 75 ഈ 2026 കണ്ട് പേടിച്ചിട്ടാണ് ഇപ്പൊ പ്ലാറ്റിനം ജൂബിലിയാണെന്ന് പറയുന്നത്. ഈ കവനന്റ് വന്ന കാലത്ത് 42 ലക്ഷം രൂപ എല്ലാ സർക്കാരും ദേവസ്വം ബോർഡിന് കൊടുക്കണം. AK ആന്റണി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അത് 82 ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിച്ചു. പക്ഷേ പിണറായി സർക്കാർ ഞെട്ടിച്ചളഞ്ഞു. ഐസക്കിന്റെ ബഡ്ജറ്റിൽ 10 കോടിയാക്കി ഉയർത്തി. പക്ഷെ പേപ്പറിലേ ഉള്ളൂ, ഇതുവരെ കൊടുത്തിട്ടില്ല. ഇതുവരെ കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, 5 കൊല്ലത്തിൽ ഐസക്ക് പോയിട്ട് ഇല്ലേ, ഇതുവരെ കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ഈ 82 ലക്ഷം കൊടുത്തിട്ട് 3 കൊല്ലമായി ശബരിമലയിൽ. അതായത് കവനന്റ് പ്രകാരം ഗവൺമെന്റ് എല്ലാ വർഷവും ദേവസ്വം ബോർഡിന് കൊടുക്കേണ്ട 82 ലക്ഷം കൊടുത്തിട്ട് 3 കൊല്ലമായി. നമ്മുടെ സർക്കാർ അവിടെ സൊസൈറ്റി ഉണ്ടാക്കി അല്ലെ, ക്ലീനിങ് സൊസൈറ്റി. അതിന്റെ ധാരണ 50% സർക്കാരും 50% ദേവസ്വം ബോർഡുമാണ്. ഈ സർക്കാർ കൊടുത്തിട്ടില്ല. ആകാശ് ഇതുവരെ കൊടുത്തിട്ട് ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ടാണ് കപട അയ്യപ്പ ഭക്തിയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ ആര്? യോഗി ആദിത്യനാഥ് സന്ദേശം. എന്റെ വാസവൻ പുളകിതനാകുന്നത് ഞാൻ കണ്ടു. യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചു. ഞാൻ ഒരു നിമിഷം ഓർത്തു, വല്ല UDF സർക്കാർ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ വല്ല ദേവസ്വം ബോർഡിന്റെ ഒരു യോഗത്തിലായിരുന്നു യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചതെങ്കിൽ കേരളത്തിൽ എന്തായേനെ? പിന്നെ എന്തായേനെ? ഇതിപ്പോ അതല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നു. ആ യാത്രയിലാണ് പിണറായി വിജയൻ. യോഗി ആദിത്യനാഥ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരനാണിപ്പോൾ. ഇപ്പോൾ ഇദ്ദേഹം എന്നാണ് കാഷായ വസ്ത്രം ധരിക്കുന്നതെന്ന് മാത്രം വിചാരിച്ചാൽ ആ പോക്കാണ്. തത്വമസി എന്നൊക്കെ പിണറായി വിജയൻ പറഞ്ഞ കേട്ടിട്ട് ഞെട്ടിയിരിക്കുകയാണ് ഞാൻ. തത്വമസി അത് നീയാകുന്നു എന്നൊക്കെ അദ്ദേഹം അവിടെ വിശദീകരിക്കുന്നത് കേട്ടിട്ട് നോക്കിയായിട്ടാണ് വായിച്ചതെങ്കിലും അദ്ദേഹം അത് പറഞ്ഞില്ലേ, നമ്മൾ ഞെട്ടിയിരിക്കുകയാണ്. ഇങ്ങനെ കാപഢ്യം കാണിക്കാൻ ഒരു മുഖ്യമന്ത്രിക്ക് കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് എന്നാണ് എനിക്ക് വിനയപൂർവ്വം പറയാനുള്ളത്. അതാണ് പറയാനുള്ളത്. പിന്നെ ദേ ഒരു സാധനം വന്നേക്കുവാണ്, വികസന സദസ്. എവിടെയാണ്? പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനും. അടുത്ത മാസം
15-ാം തീയതി ആകുമ്പോഴേക്ക് ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോവാ ഏത് ലോക്കൽ ബോഡിയിൽ. അപ്പൊ എന്തിനാണോ വികസന സദസ്? ഇപ്പൊ എന്തിനാ വികസന സദസ്? കാശ് എവിടെന്നാ? അത് ലോക്കൽ ബോഡിയിൽ നിന്ന് എടുത്തോളാൻ, അവിടുത്തെ കാശ് എടുത്തോളാൻ പറയാ. ആരെ പറ്റിക്കാനാണ് ഇപ്പൊ വികസന സദസ്? ഈ അധികാര വികേന്ദ്രീകരണം നടപ്പാക്കിയതിനു ശേഷം കേരളത്തിലെ ഈ ലോക്കൽ ബോഡികളെ ഇതുപോലെ കഴുത്ത് ഞെരിച്ച് കൊന്നൊരു സർക്കാർ ഉണ്ടായില്ല.